ചോറിനൊപ്പവും ദോശ ഇഡ്ഡലി എന്നിവയ്ക്കൊപ്പവും കഴിക്കാൻ പറ്റുന്ന രുചികരമായൊരു സാമ്പാർ റെസിപ്പിയാണ് നാം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു ദി വീഡിയോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കുക. തുടർന്ന് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായി ഒരു കുക്കർ എടുത്ത ശേഷം അതിലേക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. 3 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 5 ലിറ്ററിൻ്റെ ആണ് ഉള്ളതെങ്കിൽ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. തുടക്കക്കാരാണെങ്കിൽ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 5 ലിറ്റർ കുക്കർ ആണെങ്കിൽ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതായത് 1.5 ലിറ്റർ വെള്ളം. നമുക്കിത് സ്റ്റൗവിലേക്ക് വയ്ക്കാം. ആദ്യത്തെ വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നത്തെ 3 വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാവുന്നതാണ്. ആകെ മൊത്തം 4 വിസിൽ വരെ ഞാൻ വയ്ക്കുന്നുണ്ട്. കുക്കറിൻ്റെ ബ്രാൻഡിനും സൈസിനും അനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിലും വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. ഇനി ഇതിലേക്കായുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, സവാള, മുരിങ്ങക്കായ, മത്തങ്ങ, അമരയ്ക്ക, കത്തിരിക്ക, വെണ്ട, തക്കാളി, പച്ചമുളക്, മല്ലിയില, ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 4 വിസിലായിട്ടുണ്ട്. 10-15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാവുന്നതാണ്. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ച പരിപ്പിൽ നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യമായി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ചേനയുണ്ടെങ്കിൽ ചേനയോ അല്ലെങ്കിൽ ചേമ്പ് ഉപയോഗിക്കാം. മത്തങ്ങ, വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. വെള്ളരിക്കയ്ക്ക് പകരം കുമ്പളങ്ങയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കത്തിരിക്ക ഇട്ട് കൊടുക്കാം. കത്തിരിക്കയ്ക്ക് പകരം വഴുതനങ്ങയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തതായി അമരയ്ക്ക, മുരിങ്ങയ്ക്കായ കഴുകി വൃത്തിയാക്കി എടുത്തത്. ഞാനിവിടെ 1 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതിയാവും. അവസാനമായി വെണ്ടയ്ക്ക, തക്കാളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. കട്ടക്കായ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതില്ലാത്ത പക്ഷം കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കാം. ഉപ്പിൻ്റെ അളവിൽ നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ കഷ്ണങ്ങൾ മാറ്റി വെച്ച് കഴിക്കുന്നത് കാണാറുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നതിലൂടെ അതിൻ്റെ ഗുണങ്ങളൊക്കെ കുട്ടികൾക്ക് കറിയിലൂടെ കിട്ടുകയും ചെയ്യും. ഇതിനെ ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. പച്ചക്കറികളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് കുതിർത്ത ശേഷം അരച്ച് ചേർക്കാം. ഇതിലേക്ക് അല്പം മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട മല്ലിയില, ഒരല്പം മതിയാവും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം മാത്രം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി 3 എണ്ണം ചെറുതായി ചോപ്പ് ചെയ്തത്, 2 വറ്റൽമുളക് ചെറു കഷ്ണങ്ങളാക്കിയത്, ശേഷം 3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റി കൊടുക്കാം. ഏകദേശം ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ മസാല, 1/4 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ചൂടാക്കിയെടുക്കാം. ഈ സമയം തീ ലോ ഫ്ലെയിമിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പൊടികളൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിനെ മാറ്റിവെച്ച സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അവസാനമായി കുറച്ച് മല്ലിയില ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായ സാമ്പാർ ഇവിടെ റെഡിയായിരിക്കുന്നു. സാമ്പാർ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതും ടേസ്റ്റിയുമാണ്. നിങ്ങൾക്കത് ചോറിനൊപ്പവും ഇഡലി, ദോശ എന്നിവയ്ക്കൊപ്പവും കഴിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. ഉറപ്പായി നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കൂ.
ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.